അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ആദരണീയരായ അധ്യക്ഷൻ SKSF-ൻ്റെ ജില്ലാ പ്രസിഡന്റ് സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ, വേദിയിലെ ആദരണീയനായ സയ്യിദ് ഹാഷർ അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, സംഘടനയുടെ ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവജന വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ തുടക്കം മുതൽ വളരെ പണ്ഡിതോചിതമായ ധാരാളം പ്രഭാഷണങ്ങൾ ഇവിടെ നടന്നു കഴിഞ്ഞു. ഇനി നമ്മളൊക്കെ കാത്തിരിക്കുന്നത് ബഹുമാന്യനായ മുസ്തഫ അഷ്റഫിയുടെ LCD ക്ലിപ്പിംഗ് സഹിതമുള്ള പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാനൊരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഒന്ന് രണ്ട് വിഷയങ്ങൾ ഈ സമയത്ത് പറയേണ്ടതാണ് എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ മഹത്തായ മാതൃസംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ 100ാം വാർഷികാഘോഷം പ്രഖ്യാപിക്കപ്പെട്ട വളരെ അഭിമാനകരമായ ഒരു സന്ദർഭത്തിലാണ് നാം ഉള്ളത്. എല്ലാ അർത്ഥത്തിലും സമസ്തയും അതിൻ്റെ പോഷക ഘടകങ്ങളും അതിൻ്റെ പ്രവർത്തന പദ്ധതികളും പരിപാടികളുമെല്ലാം വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സമസ്തയുടെയും പോഷക ഘടകങ്ങളുടെയും ഒക്കെ നേതൃത്വത്തിൽ സമാരംഭം കുറിക്കുന്ന ഓരോ പദ്ധതികളും അപ്രതീക്ഷിതമായ വളർച്ചയും പുരോഗതിയുമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ ഒരു ഉദാഹരണം, സാന്ദർഭികമായി ഒരു ഉദാഹരണത്തിന് വേണ്ടി സൂചിപ്പിക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് കേരളത്തിനകത്തും പുറത്തുമായി 10,000-ത്തിലധികം മദ്രസകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ പല കാരണങ്ങളാൽ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിൻ്റെ മദ്രസകൾ പ്രവർത്തിക്കാൻ തടസ്സമുള്ളതോ പല കാരണങ്ങളാൽ ആരംഭിക്കാൻ കഴിയാത്തതോ ആയ രാജ്യങ്ങളിൽ നമ്മുടെ മദ്രസ പാഠപുസ്തകങ്ങൾ ആ പാഠ്യപദ്ധതി പ്രകാരം തന്നെ വിവിധ ലോക രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികൾക്കും മുതിർന്നവർക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സമസ്തയുടെ സിലബസ് പ്രകാരം തന്നെ പരിശുദ്ധമായ ദീൻ പഠിക്കാൻ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് തന്നെ ലേണിംഗ് മദ്രസ ആരംഭിച്ചു. 1 വർഷമായിട്ടുള്ളൂ അത് പ്രവർത്തനം ആരംഭിച്ചിട്ട്. കോഴിക്കോട് ഫ്രാൻസിസ് റോഡിലെ സമസ്തയുടെ ആസ്ഥാനത്താണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം അവിടെ നമ്മുടെ ലക്ഷദ്വീപിലെ MP ഹംദുല്ല സയ്യിദ് സാഹിബിനൊരു സ്വീകരണമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റർ അവിടെ പറഞ്ഞത്, നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ മദ്രസകൾ വ്യാപകമായ ഗൾഫ് രാജ്യങ്ങളിലൊന്നുമല്ലാതെ 28 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ
ലേണിംഗ് മദ്രസയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. 28 രാജ്യങ്ങളിൽ നിന്ന് മലയാളം അറിയാത്ത കുട്ടികൾ അതിലുണ്ട്, കേരളത്തെക്കുറിച്ച് അറിയാത്ത കുട്ടികൾ അതിലുണ്ട്, ഇന്ത്യയെക്കുറിച്ച് പ്രാഥമികമായി പോലും അറിയാത്ത കുട്ടികൾ അവിടെയുണ്ട്. ലോകത്തെ 28 രാജ്യങ്ങളിലുള്ള പരിശുദ്ധമായ ദീൻ പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഓൺലൈൻ സംവിധാനത്തിലൂടെ മദ്രസ നടത്തി സമസ്തയുടെ പാഠ്യപദ്ധതി പ്രകാരം അവിടെയുള്ള കുട്ടികൾക്ക് പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കാൻ ആവശ്യമായ ഇന്നത്തെ നൂതനമായ ഏറ്റവും വലിയ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മദ്രസ പ്രസ്ഥാനം ഇന്നത്തെ സാങ്കേതിക മേഖലകളിൽ പോലും വളർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അഭൂതപൂർവമായിട്ടൊരു വളർച്ചയുടെ ഒരു ഉദാഹരണം മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പം ഇങ്ങനെ പുതിയ തലമുറക്കിടയിലും പുതിയ കാലത്തിനനുസരിച്ചും പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ചുമൊക്കെ അതിൻ്റെ വിശുദ്ധമായ ആദർശത്തിലൂന്നിന്നുകൊണ്ട് അതിൽ യാതൊരു വ്യത്യാസങ്ങളും വരുത്താതെ വിട്ടുവീഴ്ചയില്ലാതെ കണിശമായ സമീപനങ്ങളോടെ തന്നെ ഈ പരിശുദ്ധമായ ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതനുസരിച്ചുള്ള തർബിയത്ത് നൽകാനുമുള്ള സംവിധാനം വിജയകരമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ പ്രസ്ഥാനത്തോട് പലർക്കും പല രീതിയിലുള്ള സമീപനങ്ങൾ പുലർത്താനുള്ള സാഹചര്യം ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ സംരക്ഷിക്കുക, അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മെക്കൊണ്ടാവുന്ന വിധം ശക്തി പകരുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഈ മഹത്തായ പ്രസ്ഥാനം ഇങ്ങനൊരു വഴിയിലൂടെ ഓരോ ദിവസവും വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തോടത്രയും പ്രായമുള്ള അല്ലെങ്കിൽ അതിനുശേഷം തൊട്ടടുത്ത കാലങ്ങളിലൊക്കെ രൂപീകരിക്കപ്പെട്ട ധാരാളം മതസംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരെല്ലാം അവകാശപ്പെടുന്നത് ഞങ്ങൾ പറയുന്നതാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് തന്നെയാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അവർക്ക് സമൂഹത്തിൽ വേണ്ടത്ര സ്വീകാര്യതയോ അംഗീകാരമോ നേടാൻ സാധിച്ചില്ല. സമൂഹത്തിൽ അവർക്ക് മതപരമായ കാര്യത്തിൽ വിശ്വസിക്കാൻ പറ്റാവുന്ന ഒരു നേതൃത്വമാണ് ഇവരെന്ന് ഇവിടുത്തെ സമൂഹം തിരിച്ചറിയുന്നേയില്ല. അപ്പം സ്വാഭാവികമായും ഈ മഹത്തായ പ്രസ്ഥാനത്തെ ഇകഴ്ത്തി കാണിക്കാനും മോശമായി ചിത്രീകരിക്കാനും വികൃതമായി ചിത്രീകരിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് തന്ത്രപരമായ കുതന്ത്രപരമായ ചില നീക്കങ്ങളിലൂടെ ജനങ്ങൾക്കിടയിൽ വലിയ തോതിലുള്ള ആശയക്കുഴപ്പവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൽ അഭിമാനം കൊള്ളുന്നവരാണ് നമ്മൾ. ഈ പ്രസ്ഥാനത്തെക്കുറിച്ച് ഒന്നും മറച്ചു വെക്കേണ്ട ഒരു ഗതികേട് നമ്മെ സംബന്ധിച്ചിടത്തോളമില്ല. ഇതുയർത്തിപ്പിടിക്കുന്ന ആദർശങ്ങളും മൂല്യങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന നേതൃത്വവും അവർ ഈ സമൂഹത്തോട് പരിശുദ്ധമായ ദീനിൻ്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിച്ചെടുത്തെല്ലാം അതിന് സമൂഹത്തിന് വലിയ അംഗീകാരം സ്വീകാര്യതയുമാണ് കഴിഞ്ഞ കാലത്ത് ലഭിച്ചിട്ടുള്ളതും ഇന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നതും. നമ്മൾ അറിയേണ്ടത് പ്രധാനപ്പെട്ട 3 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോയത്. ഒന്നിവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നേർരേഖയായിട്ടുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയ പ്രചരണങ്ങൾക്ക് വേണ്ടി പ്രാഥമികമായ മദ്രസകൾ മുതൽ അറബിക് കോളേജുകൾ മുതൽ മറ്റു ദീനീ സ്ഥാപനങ്ങളും സംരംഭങ്ങളും സമ്മേളനങ്ങളും മറ്റു ഒട്ടേറെ സംഘടനാ സംരംഭങ്ങൾ ഈ ആദർശ പ്രചാരണത്തിനു വേണ്ടി വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം അതിനെതിരായി വരുന്ന പ്രവർത്തനങ്ങളെ ഫലപ്രദമായി പ്രതിരോധിക്കുന്ന സംവിധാനങ്ങളും ഈ സംഘടന ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ ദൗത്യം കഴിഞ്ഞ 98 വർഷക്കാലം വളരെ ഭംഗിയായി നിർവഹിച്ചതുകൊണ്ടാണ് ഇന്നും കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിങ്ങൾ ദീനുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിന് അത് സമസ്തയെയാണ് അവലംബിക്കേണ്ടത് എന്നൊരു സാമാന്യ വിശ്വാസവും ധാരണയും ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടായത്. ആദർശപരമായ കാര്യത്തിൽ
അത്തരമൊരു സമീപനമാണ് നമ്മുടെ പ്രസ്ഥാനം സ്വീകരിച്ചത്. അതോരോ കാലത്തിനനുസരിച്ച്, സാഹചര്യത്തിനനുസരിച്ച് ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടൊന്നും അതിലൊരു വ്യത്യാസം വരുത്താനും അതിൽ വിട്ടുവീഴ്ച ചെയ്യാനും നമ്മുടെ നേതൃത്വം ഒരു കാലത്തും സന്നദ്ധമായിട്ടില്ല. മറ്റൊന്ന്, നാം ജീവിക്കുന്നത് ഒരു ബഹുസ്വര സമൂഹത്തിലാണ്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരും വ്യത്യസ്ത മതജാതി വിഭാഗങ്ങൾക്കിടയിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിടയിൽ നാം ജീവിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് തന്നെ മറ്റുള്ളവരോട് ആത്മാർത്ഥമായി സഹവസിക്കാനും സഹിഷ്ണുതയോടുകൂടി പെരുമാറാനും സാമുദായികമായ സൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായ സമീപനമാണ് നമ്മുടെ പണ്ഡിതന്മാരും നേതാക്കളും സ്വീകരിച്ചത്. അത് മനോഹരമായ പ്രസംഗങ്ങളിലൂടെയോ ലേഖനങ്ങളിലൂടെ മാത്രമല്ല, ഈ സമൂഹത്തിൽ അങ്ങനെയാണ് അവർ ജീവിച്ചത്. ആ ശുദ്ധമായ ഇസ്ലാമികമായ പാരമ്പര്യം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ തന്നെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളുമായി ആത്മാർത്ഥമായി ഇടപഴകി പരസ്പരം വിശ്വാസത്തോടുകൂടി അവർ മുന്നോട്ട് പോയി. ഈ സമീപനം, ഇത്രയും തുറന്ന സമീപനം നിലനിർത്തിയിട്ടുള്ള മറ്റേത് മതസംഘടന കേരളത്തിലുണ്ട് എന്ന് നിഷ്പക്ഷമായി നിങ്ങൾക്ക് പരിശോധിക്കാം. മൂന്നാമത്തെ ഒരു ഭാഗം, മുസ്ലിം സമുദായത്തിൻ്റെ ഐക്യത്തിനു വേണ്ടി വലിയ വിട്ടുവീഴ്ച ചെയ്ത ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആദർശപരമായ കാര്യങ്ങളിൽ കണിശമായ സമീപനം വെച്ച് പുലർത്തുമ്പോൾ തന്നെ ഈ പ്രസ്ഥാനം സമുദായത്തിൻ്റെ പൊതുകാര്യങ്ങളിൽ എല്ലാവരുമായി സഹകരിക്കുന്ന, വിഷയാധിഷ്ഠിതമായ സഹകരണം നിലനിർത്തുന്ന ഒരു സമീപനം നമ്മുടെ പ്രസ്ഥാനം സ്വീകരിച്ചു. നമുക്കറിയാം, ശരീഅത്ത് വിവാദക്കാലത്ത് ബിദഈ പ്രസ്ഥാനങ്ങളോടൊപ്പം വേദി പങ്കിടുന്നു എന്ന ആക്ഷേപവുമായി ഉയർന്നുകൊണ്ട് 89 കാലത്ത് സംഘടനക്കകത്ത് വിഭാഗീയതയുണ്ടാകുന്ന ഒരു വിഭാഗം മാറ്റി നിർത്തപ്പെടുന്ന സാഹചര്യം പോലും ഉണ്ടായതിലെ കാരണങ്ങളിൽ ഒന്ന് മറ്റു പ്രസ്ഥാനങ്ങളുമായി വേദി പങ്കിടുന്നു എന്നതായിരുന്നു. നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മുടെ സംഘടനയിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ആ തീരുമാനമെടുത്തതിൻ്റെ പേരിൽ ഒരു വിഭാഗം ആളുകൾ മാറി നിൽക്കുകയോ മാറ്റി നിർത്തപ്പെടുകയോ അല്ലെങ്കിൽ സംഘടനക്കകത്ത് വിഭാഗത ഉണ്ടാകുമോ എന്ന് ഭയന്നുകൊണ്ട് തൽക്കാലം ഞങ്ങൾ ആ ഐക്യത്തിനും യോജിപ്പിനുമില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന സമീപനമല്ല അവിടെ ഉണ്ടായത്. സംഘടനാപരമായ താല്പര്യങ്ങളെക്കാളപ്പുറം സമുദായത്തിൻ്റെ ഐക്യമാണ് പ്രധാനമെന്ന സമീപനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സ്വീകരിച്ചത്. ഇങ്ങനെ സമീപനം സ്വീകരിച്ച മറ്റേത് മതസംഘടനയെ കേരളത്തിൽ കാണാൻ സാധിക്കും? അപ്പൊ ആദർശത്തിന്റെ കാര്യത്തിൽ ആ ദൗത്യം ഭംഗിയായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിർവഹിച്ചു. ഒരു ബഹുസ്വര സമൂഹത്തിൽ മറ്റു സമുദായങ്ങൾ നമ്മളെ തെറ്റിദ്ധരിക്കാതെ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും സത്യസന്ധമായി ഉൾക്കൊള്ളുന്ന വിധം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ഇസ്ലാമിക ജീവൻ നയിക്കേണ്ടത് എങ്ങനെയെന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ഭംഗിയായി കാണിച്ചു കൊടുത്തു. സമുദായത്തിന്റെ പൊതുകാര്യങ്ങൾക്ക് ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകുന്ന സമീപനമുണ്ടായി. ഇപ്പോൾ പല ആളുകളും ഇവിടെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വിഭാഗീയതകൾ സമം നടക്കുന്നു, അനൈക്യമുണ്ടാക്കുന്നു, ഈ കാലത്ത് പറയാൻ പാടില്ലാത്ത രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയാണ്. നമ്മൾ ആലോചിക്കേണ്ടത്, പുതിയ കാര്യങ്ങളൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല, പുതിയ വിഷയങ്ങളൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ബിദഈ പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഈ അപകടകരമായ ആശയങ്ങളെക്കുറിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ നേരെ ചൊവ്വേ വിശദീകരിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ സംഘടനാ നേതൃത്വം നിർവഹിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ, അവർക്കിടയിൽ മാർഗഭ്രംശം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകില്ലേ? ഏതാനും വർഷങ്ങൾക്കിടയിൽ നമ്മുടെ കേരളത്തിൽ മാത്രം ഉണ്ടായ ഒരു സംഭവം, കേരളത്തിൽ നമ്മൾ നേർക്കുനേർ കണ്ടനുഭവിച്ചൊരു കാര്യം. ഒരു പറ്റം ചെറുപ്പക്കാർക്കിടയിൽ ഒരാശയം പ്രചരിക്കുന്നു. എന്താണ് ആശയം? അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു, കേരളത്തെ പോലെയുള്ള, ഇന്ത്യയെ പോലെയുള്ള എല്ലാ മതവിഭാഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന നാട്ടിൽ നമ്മൾ താമസിച്ചാൽ, ഇവിടെ ജീവിച്ചു മരണപ്പെട്ടാൽ യഥാർത്ഥ മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ കഴിയില്ല. അപ്പൊ ശുദ്ധമായ ഇസ്ലാമിക അന്തരീക്ഷമുള്ള പ്രദേശത്ത് ജീവിച്ചാലേ യഥാർത്ഥ മുസ്ലിമാകാൻ കഴിയുകയുള്ളൂ എന്ന് ധരിച്ചുകൊണ്ട് ദമ്മാജിലേക്ക് കേരളത്തിലെ മുസ്ലിം ചെറുപ്പക്കാർ ഹിജറ പോകുന്ന സാഹചര്യം ഉണ്ടായി. ദമ്മാജിലേക്ക് ഹിജറ പോകണമെന്നുണ്ടെങ്കിൽ വിസയും ടിക്കറ്റും ഒക്കെ എടുക്കണം, പാസ്പോർട്ട് വേണം, കാശ് വേണം. അപ്പൊ കാശില്ലാത്തവരെന്ത് ചെയ്തു? കാശില്ലാത്തവർക്ക് താൽക്കാലിക സംവിധാനം എന്നുള്ള രീതിയിൽ ഇതേ കൂട്ടർ തന്നെ
നിലമ്പൂരിനടുത്ത് അത്തിക്കാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കാട്ടിൽ പോയി ആടിനെ നോക്കി ജീവിക്കാൻ പ്രത്യേകം സംവിധാനം ചെയ്തു കൊടുത്തു. കാശുള്ളവരൊക്കെ വിസിൻ ടിക്കറ്റ് എടുത്ത് ദമ്മാജിലേക്ക് പോയി. ദമ്മാജിലേക്ക് പോകാൻ സാമ്പത്തിക ശേഷി ഇല്ലാത്തവരെ അത്തിക്കാട്ടിലേക്ക് പോയി വഴിക്കട ബസ് കയറിയാൽ മതി. നിങ്ങൾ ആലോചിച്ചു, ഇത് നിങ്ങൾ ചിരിക്കാൻ വേണ്ടി പറയുന്നല്ല. ഇങ്ങനെ ജീവിച്ചാലേ ഒരു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് മരിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ച് പരിശീലിപ്പിച്ച ഒരു വിഭാഗം ചെറുപ്പക്കാർ കേരളത്തിൽ ഉയർന്നു വന്നു. ഈ ആശയം എവിടുന്നായിരുന്നു വന്നത്? ഈ ആശയം വന്നത് സലഫിസത്തിൽ നിന്നായിരുന്നു. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ഉൾക്കൊണ്ട വിഭാഗത്തിൽ നിന്നായിരുന്നു ഈ ആശയം ഉയർന്നു വന്നത്. ഇങ്ങനെ അപകടകരമായ ഒരു ആശയം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ പഠിപ്പിക്കപ്പെടുകയും പരിശീലിപ്പിക്കപ്പെടുകയും ഇന്ത്യയിൽ നിന്ന് ഹിജറ പോകാൻ തയ്യാറെടുത്തിരുന്ന ഒരു പറ്റം ആളുകൾ രംഗത്ത് വരുമ്പോൾ ഇത് ശരിയല്ല, ഇത് ഇസ്ലാമല്ല എന്ന് പറയുന്നത് ഈ സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കലാണോ? ഈ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ മതസംഘടനകൾക്ക് ബാധ്യതയില്ലേ? ഇതേ സമയത്ത് തന്നെയാണ് ഇതേ ആശയത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റൊരു വിഭാഗം ലോകത്ത് ഒരു ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കണം, ലോകത്ത് ഇസ്ലാമിക ഖിലാഫത്ത് സ്ഥാപിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യണം, പോരാടണം. അതിനിന്ന് ലോകത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് ISIS, ഇസ്ലാമിക് സ്റ്റേറ്റ്. കേരളത്തിൽ ചെറുപ്പക്കാർ പോയില്ലേ? ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് പോയല്ലോ. ചില ആളുകൾ കുടുംബസമേതം പോയി. എന്നിട്ട് പല രാജ്യങ്ങളിൽ പോയിട്ട് അഫ്ഗാനിസ്ഥാനിലും മറ്റുമൊക്കെ പോയിട്ട് സ്ഫോടനത്തിൽ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായല്ലോ. ഇത്തരം ഒരു അപകടകരമായ അന്തരീക്ഷത്തിലേക്ക് കേരളത്തെ ചെറുപ്പക്കാരെ തിരിച്ചുവിട്ടതാരാ? സലഫി ആശയമാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ മദ്രസയിൽ പഠിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ വിഭാവന ചെയ്യുന്ന അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅയുടെ ആദർശ പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു കുട്ടി പോലും ഈ അപകടകരമായ ആശയങ്ങളിലേക്ക് പോയിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, മുസ്ലിം സമൂഹത്തിനകത്ത് ഇതുപോലുള്ള അപകടകരമായ ആശയങ്ങൾ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും മറ്റു സമൂഹത്തിലും സർക്കാരിന് മുമ്പിലും എല്ലാവർക്കിടയിലും തെറ്റിദ്ധരിപ്പിക്കുന്ന അപകടകരമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഇത് തെറ്റാണ്, ഇത് അപകടകരമാണ്, നമ്മുടെ ചെറുപ്പക്കാർ അതിൽ പെട്ടുപോകരുത് എന്ന് പറയാൻ ഒരു സംഘടന ഇവിടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ? ഇത്രയല്ലേ നമ്മുടെ സംഘടന ചെയ്തിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിന് ഇവിടുത്തെ വിദഗ്ധ പ്രസ്ഥാനങ്ങളുടെ സമീപനം എന്താണ്? IS സലഫിസം ഫാഷിസം എന്ന ക്യാമ്പയിനുമായി സുന്നി യുവജന സംഘവും SKSF-ഉം സമസ്തയുടെ ആശീർവാദത്തോടു കൂടി തുടക്കം കുറിച്ച സമയത്ത് അന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഉസ്താദ് ആലിക്കുട്ടി മുസ്ലിയാർക്ക് മലപ്പുറം ജില്ലയിലെ പ്രമുഖനായ ഒരു മുജാഹിദ് പ്രഭാഷകൻ വക്കീൽ നോട്ടീസ് അയച്ചു. ഈ ക്യാമ്പയിൻ നടത്തുന്നതിനെതിരെ ആ വക്കീൽ നോട്ടീസിൽ പരാമർശിക്കപ്പെട്ട വിഷയങ്ങൾ എത്രമേൽ ഭീകരമാണെന്ന് ഇപ്പോൾ തൽക്കാലം ഞാൻ വിശദീകരിക്കുന്നില്ല. ആ വക്കീൽ നോട്ടീസ് അയച്ച ആളിന്ന് ജീവിച്ചിരിപ്പുണ്ട്. ആ നോട്ടീസ് അയക്കാൻ ഉപയോഗിച്ച വക്കീലും ജീവിച്ചിരിപ്പുണ്ട്. അതിൻ്റെ രേഖയും ഇന്ന് നമ്മുടെ ഓഫീസിൽ സൂക്ഷിപ്പുണ്ട്. വലിയ ഐക്യം പറയുന്ന ആളുകൾ, വലിയ സമുദായിക്യം പറയുന്ന ആളുകൾ ഇത്തരം നിർണായകമായ ഘട്ടങ്ങളിലൊക്കെ എന്ത് സമീപനമാണ് ഇവർ സ്വീകരിച്ചത് എന്ന് ഒരുപക്ഷെ പറയേണ്ട ഘട്ടത്തിൽ പറയേണ്ടി വരും. ഞാൻ അതിൻ്റെ ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. ഇവരെ പുസ്തകത്തിലുള്ളത് പറഞ്ഞാൽ തന്നെ പേടിയാകുകയാണ്. ഇവരെഴുതിയ പുസ്തകത്തിലുള്ള നമ്മൾ പറഞ്ഞാൽ തന്നെ ബേജാറും വെപ്രാളമാണ്. ഇവർ വക്കീൽ നോട്ടീസുള്ള കാര്യം പറഞ്ഞിട്ട് അതിനേക്കാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ അപസ്മാരകളാവും. ഞാൻ അപ്പോൾ തൽക്കാലം പറയുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്ന കാര്യം, ഇതുപോലുള്ള അപകടകരമായ കാര്യങ്ങൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് തുറന്നു കാണിക്കേണ്ടത്, അത് പറഞ്ഞു കൊടുക്കേണ്ടത്, അതിൽ നിന്ന് ചെറുപ്പക്കാരെ പിന്തിരിപ്പിക്കേണ്ടത്, ഇനിമേൽ നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ അത്തരം അപകടകരമായ ആശയങ്ങൾ പെട്ടുപോകരുത് എന്ന് പറയാൻ ഈ പ്രസ്ഥാനത്തിന് ബാധ്യതയുണ്ട്. ആ ബാധ്യതയാണ് നമ്മുടെ സംഘടനാ നേതൃത്വം എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ദൗത്യമാണ് പലപ്പോഴും ഇവിടെ ഇതുപോലുള്ള ആദർശ സമ്മേളനങ്ങളും നേരത്തെ ഇവിടെ സൂചിപ്പിച്ച സംവാദങ്ങളും മറ്റു പരിപാടികളുമായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഭിന്നിപ്പുണ്ടാക്കാനും മറ്റൊന്നുമല്ല, ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. മഹാനായ ശംസുൽ ഉലമ സംവാദം നടത്തിയിട്ടുണ്ട്. KV ഉസ്താദും KT മാന മുസ്ലിയാരും മാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരും സമസ്തയുടെ സമുന്നതരായ നേതാക്കൾ, നാട്ടിക ഉസ്താദിനെ പോലെയുള്ള ഈ കാലയളവിൽ ജീവിച്ചിരിക്കുന്ന ഇവിടെ ഇരിക്കുന്ന ആദരണീയ യുവപണ്ഡിതന്മാരൊക്കെ
ഇതുപോലുള്ള പല സംവാദങ്ങൾക്കും നേതൃത്വം കൊടുത്തവരാണ്. അതൊന്നും സമുദായത്തിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. എന്തിനാണ് സംവാദം നടത്തുന്നത് എന്ന് ബഹുമാന്യരായ MT ഉസ്താദ് ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സൂചിപ്പിച്ചു. അപ്പൊ ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇതിപ്പോൾ ആദർശ സമ്മേളനം നടത്തുമ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ആൾക്കാർക്ക് 110 അയക്കുന്നത്. ഇപ്പൊ 110 ആയതല്ല, ഒരു കാലത്തും 110 ആയിട്ടില്ല. 110 ആണെങ്കിൽ നമ്മൾ എതിരുവാണ്. 100 ആയി കിട്ടിയെങ്കിൽ വിചാരിച്ച് നിൽക്കുകയാണ്. 110 ആണില്ല. ഇതൊക്കെ പണ്ട് കാലം പോലെ ഉള്ളതാണ്. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളും മറ്റുമൊക്കെ സജീവമായപ്പോൾ സ്വാഭാവികമായും വളരെ പെട്ടെന്ന് ആളുകൾക്കിടയിലേക്ക് ഈ ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടും. അപ്പോൾ ഒരു പക്ഷേ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു മൗലവി വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചൻ്റെ ഉള്ളിൽ അവിടെ അതേപോലെ ഒരു മൈക്ക് കെട്ടിയിട്ടൊരു മറുപടി പറഞ്ഞാൽ തൽക്കാലം അതിന് ശമനം ഉണ്ടായിരുന്നു. ഇന്നത് മതിയാവുന്നില്ല. ഇന്നിപ്പോൾ നമ്മൾ ഇത്ര ആളുകൾ എവിടെ ഉള്ളൂ, പക്ഷെ ഇത്ര ആളുകളല്ലോ ഇത് കേൾക്കണത്. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആശയങ്ങൾ വളരെ ദ്രുതഗതിയിൽ സെക്കൻഡുകൾ കൊണ്ട് ലോകം മുഴുവൻ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലോകം മുഴുവൻ ഇത്തരം ആശയങ്ങൾ പ്രസരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ ഒരു സ്പീഡ് വേണ്ടി വരും. അത് 110 ആകുമ്പോഴുള്ള സ്പീഡല്ല, സാധാരണ കഴിഞ്ഞ കാലങ്ങളിൽ നടന്നതിൻ്റെ തുടർച്ച മാത്രമാണ്. ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സംഘടനാ സമ്മേളനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ, പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സമ്മേളനങ്ങൾ, നമ്മുടെ പല സ്ഥാപനങ്ങളുടെ സമ്മേളനങ്ങൾ, ദർസ് വാർഷികങ്ങൾ, സലാത്ത് മജ്ലിസുകൾ, ഇവിടെയൊക്കെ നമ്മൾ ഉസ്താദുമാർ പ്രസംഗിച്ചിരുന്നത് എന്താണ്? അഹ്ലുസുന്നത്ത് വൽ ജമാഅ ആശയങ്ങൾ ഉസ്താദുമാർ പ്രസംഗിക്കും. ബിദഈ ആശയങ്ങളുടെ പൊള്ളത്തരങ്ങൾ വിശദീകരിക്കും. അതിലേക്ക് സമൂഹം അകപ്പെട്ടു പോകാതിരിക്കാൻ ആവശ്യമായ ജാഗ്രതയുടെ നിർദ്ദേശങ്ങൾ നമ്മൾ ഉസ്താദുമാർ സ്വീകരിക്കും. അത് ആദരണീയരായ നമ്മുടെ ഇസ്തിഖാമയുടെ ഭാരവാഹികളെ പോലെയുള്ള യുവ പണ്ഡിതന്മാർ അവരിൽ നിന്ന് മനോഹരമായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൗത്യം നിർവഹിച്ച് അത്തരമൊരു പറ്റം ആളുകൾ ഈ പ്രബോധന മേഖലയിൽ, ആദർശ പ്രചാരണ മേഖലയിൽ ആ ദൗത്യം മനോഹരമായി നിർവഹിക്കുന്നത് കൊണ്ടാണ് ഇന്നും അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആശയാദർശങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന, അതിനെതിരായി വരുന്ന പ്രചാരണങ്ങളെ വളരെ നിഷ്പ്രയാസം പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു സാമൂഹികമായ അന്തരീക്ഷം നമ്മുടെ സമൂഹത്തിൽ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നമ്മൾ ആലോചിക്കേണ്ടത് ബിദഈ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ ബിദഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്ത കാര്യങ്ങൾ ഉദ്ധരിക്കുമ്പോൾ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മറ്റു രീതിയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, നമ്മൾ ഒരിക്കലും ഊഹിക്കുക പോലും ചെയ്യാത്ത രീതിയിൽ മറ്റു ചില വഴികളിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് മറ്റു ചില പേരുകൾ അത് പരിചയപ്പെടുത്തിക്കൊണ്ട് രക്ഷപ്പെടാൻ ബിദഈ പ്രസ്ഥാനങ്ങളും ചില കുതന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, നമുക്കറിയാം കേരളത്തിലെ ബിദഈ പ്രസ്ഥാനങ്ങൾ, മുജാഹിദ് പ്രസ്ഥാനത്തിന് അടിത്തറയിട്ട പ്രമുഖരിൽ പ്രധാനിയാണ് KM മൗലവി. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇതിപ്പോൾ സത്താർ മിഞ്ഞാന്ന് കാസർഗോഡ് പറഞ്ഞൊന്നുമല്ല, ഇത് കാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എല്ലാവരും KM മൗലവി ചെയ്തിട്ടുള്ള, പറഞ്ഞിട്ടുള്ള, എഴുതിയിട്ടുള്ള, പ്രസംഗിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ പലപ്പോഴും വിമർശന വിധേയമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ പറഞ്ഞത് ഇദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു കത്തിനെ കുറിച്ചാണ്. ആ കത്ത് പ്രസിദ്ധീകരിച്ചു വന്നത് സമസ്തന്റെ സോനിയറിലല്ല. ആ കത്ത് പ്രസിദ്ധീകരിച്ചു വന്നത് നമ്മളാരും പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലല്ല. ആ കത്ത് ആധികാരികമായി പ്രസിദ്ധീകരിച്ചു വന്നത് മുജാഹിദ് വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണ വിഭാഗമായ യുവത പ്രസിദ്ധീകരിച്ച പുസ്തകത്തിലാണ്. പുസ്തകം എഴുതിയത് ആരാണ്? ചില യൂട്യൂബർമാരൊക്കെ പറഞ്ഞു ഏതോ ഒരു കരീം എഴുതിയെന്നാ പറഞ്ഞു. ഏതോ കരീമൊന്നുമല്ല, KK മുഹമ്മദ് അബ്ദുൽ കരീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ മുജാഹിദ് ആശയക്കാരനായി അറിയപ്പെട്ട ചരിത്രകാരനാണ്. അദ്ദേഹം പാരമ്പര്യ മുജാഹിദ് കുടുംബത്തിൽപ്പെട്ട ആളാണ്. KK മുഹമ്മദ് അബ്ദുൽ കരീമാണ് പുസ്തകം എഴുതിയത്. ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് യുവതയാണ്, മുജാഹിദിന്റെ പ്രസിദ്ധീകരണ വിഭാഗമാണ്. സമസ്തയുടെ ഫത്വകളെ വിമർശിച്ചുകൊണ്ട് പുസ്തകം എഴുതിയ മുജാഹിദ് എഴുത്തുകാരൻ കൂടിയാണ് KK മുഹമ്മദ് അബ്ദുൽ കരീം. നമുക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ല. പിന്നെ ഈ കാലത്ത് ഇതൊക്കെ പറയാൻ പാടുണ്ടോ എന്നാണ്. ഈ കാലത്തെ പുസ്തകം വിൽക്കാൻ പാടുണ്ടോ? ഇവർക്ക് പുസ്തകം പബ്ലിഷ് ചെയ്യാം,
പുസ്തകം കച്ചവടം നടത്താം, പുസ്തകത്തിലുള്ള നമ്മൾ വായിക്കാൻ പാടില്ല. ഇതെവിടുത്തെ ന്യായാണ്? ഇതെവിടുത്തെ? ഒന്നുകിൽ പുസ്തകം പിൻവലിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ പറയണം, മുജാഹിദ് വിഭാഗത്തിന് നേതൃത്വം പറയണം, അന്ന് ആ കത്ത് എഴുതിയത് KM മൗലവിക്ക് വന്നൊരു തെറ്റാണ്, ഞങ്ങൾക്ക് അതിനോട് യോജിപ്പില്ല. തുറന്നു പറഞ്ഞോ, നമ്മൾ ആ വിഷയം അവസാനിപ്പിച്ചു. KM മൗലവി നബിദിനാഘോഷം നടത്തിയ തെറ്റാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. പണ്ട് KM മൗലവി നബിദിനാഘോഷം നടത്തിയിരുന്നു. KM മൗലവി പണ്ട് നബിദിനാഘോഷം നടത്തിയിട്ടുണ്ടായിരുന്നു. ആ നബിദിനാഘോഷം നടത്തിയത് KM മൗലവിയുടെ ഭാഗത്തു നിന്ന് തെറ്റാണെന്ന് മുജാഹിദ് നേതൃത്വം പറഞ്ഞ പോലെ അന്ന് മൂപ്പര് കത്ത് അയച്ചതും തെറ്റാണെന്ന് പറഞ്ഞോ, വിഷയം അവസാനിപ്പിച്ചു. അല്ലാതെ കത്ത് ഇങ്ങനെ പ്രസിദ്ധീകരിക്കുക, അത് പുസ്തക കച്ചവടം നടത്തുക, അതിന്റെ ലാഭം ഉണ്ടാക്കുക, കത്ത് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നമ്മൾ പറയാൻ പാടില്ല, രണ്ടും കൂടി നടക്കൂല. ഇത്ര ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ ആദ്യമായി സമസ്തക്ക് സുന്നത്ത് ജമാഅത്തിനെതിരെ, സുന്നികൾക്കെതിരെ നോക്കിയിട്ട് ഇവർ ബഹുദൈവ വിശ്വാസികളും റിദ്ദത്ത് സംഭവിച്ചവരുമാണ് എന്ന് പരസ്യമായി പറഞ്ഞത് ഇപ്പൊ അടുത്ത് വന്ന ആ മുജാഹിദ് പ്രഭാഷകനല്ല. ആദ്യം പറഞ്ഞത് KM മൗലവി തന്നെയാണ്. ഈ മുജാഹിദ് വിഭാഗം ആരംഭിച്ച പലിശാധിഷ്ഠിത ബാങ്കിനെതിരെ ഹീലത്തുരിബ എന്നൊരു പുസ്തകം എഴുതി KM മൗലവി. ആ ബാങ്കിനെ ന്യായീകരിച്ചുകൊണ്ട്, പലിശ ഇടപാടിനെ ന്യായീകരിച്ചുകൊണ്ട് പുസ്തകം എഴുതി. ആ പുസ്തകം എഴുതിയപ്പോൾ 1933 സമസ്തയുടെ ഫറൂഖ് സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ആ പുസ്തകത്തിനെതിരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. ഇതൊന്നും KM മൗലവിയുടെ മറ്റു സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ മാനിച്ചുകൊണ്ട് ആദർശപരമായ കാര്യങ്ങൾ പറയാതിരുന്നിട്ടില്ല. അത് പറയുന്നു എന്നുള്ളത് കൊണ്ട് ഇന്ന് മുജാഹിദ് വിഭാഗം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ചേർത്ത് വെച്ചുകൊണ്ട് ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെയും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് KM മൗലവി വിമർശിച്ചാൽ, KM മൗലവിയുടെ ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാൽ അത് ആദരണീയരായ പാണക്കാട് സാദാത്യങ്ങളെയും മുസ്ലിം ലീഗിനെയും വിമർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അടവ് തന്ത്രമാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ മുജാഹിദ് വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. KM മൗലവിനെ എല്ലാ കാലത്തും നമ്മുടെ സമസ്തയുടെ നേതാക്കളെ വിമർശിച്ചിട്ടുണ്ട്. KM മൗലവിയുടെ പുസ്തകത്തിനെതിരെ സമസ്ത ഫറൂഖ് സമ്മേളനത്തിൽ പ്രമേയം പാസാക്കിയിട്ടുണ്ട്. KM മൗലവിയുടെ ആശയപരമായ ആ വിഷയങ്ങളെക്കുറിച്ച് സമസ്ത എന്നും തുറന്നു കാണിച്ചിട്ടുണ്ട്. അതൊരു പുതിയ സംഭവമൊന്നുമല്ല. ഇതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം തിരിച്ചറിയാതെ അനാവശ്യമായ ഈ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. മുജാഹിദ് വിഭാഗത്തിൽ മതരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രവർത്തിച്ചിരുന്ന വേറെ എത്രയോ ആളുകളുണ്ടല്ലോ. അവരൊന്നും ഇപ്പോൾ സമസ്ത അല്ലെങ്കിൽ നമ്മുടെ നേതാക്കൾ നമ്മുടെ വേദികളിൽ വിമർശിക്കപ്പെടുന്നില്ലല്ലോ. KNMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു AB അബ്ദുറഹ്മാൻ ഹാജി. അദ്ദേഹം MLA ആയിരുന്നു. നമ്മുടെ ഏതെങ്കിലും വേദിയിൽ വെച്ചിട്ട് അയാളെ വിമർശിക്കാറുണ്ടോ? വിമർശിക്കേണ്ട പണിയൊന്നും അയാൾ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ്. പ്രൊഫസർ മങ്കട് അബ്ദുൽ അസീസ് മൗലവി മുജാഹിദ് ആശയക്കാരനായിരുന്നു, ചന്ദ്രഗിരിയുടെ പട്ടാധിപരായിരുന്നു, മുസ്ലിം ലീഗിൻ്റെ പ്രധാനപ്പെട്ട മേഖലയിലുണ്ടായിരുന്ന ആളായിരുന്നു, മുജാഹിദ് ആശയക്കാരനായിരുന്നു. അയാൾക്കെതിരെ ആരെങ്കിലും നമ്മുടെ വേദി വിമർശിക്കാറുണ്ടോ? ഇത് വിമർശിക്കാൻ കാരണമുണ്ട്. അത് അദ്ദേഹം രാഷ്ട്രീയമായി മറ്റൊരു ഭാഗത്തുണ്ട് എന്നുള്ളതല്ല കാരണം, അത് അതിൻ്റെ ഭാഗമേ അല്ല. എന്നിട്ട് മുജാഹിദ് ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇവിടെ കഴിഞ്ഞ ദിവസം ഒരാൾ കേരളത്തിലെ സുന്നികൾ കാഫിറാണ് എന്ന് പരസ്യമായി പറഞ്ഞപ്പോൾ അതിന് സമാനമായ പ്രഭാഷണമാണ്, എഴുത്താണ്, രചനകളാണ് അന്ന് KM മൗലവി നടത്തിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അതിനെ മറ്റു രീതിയിൽ ആരും വ്യാഖ്യാനിക്കേണ്ടതില്ല. നമുക്കങ്ങനെ ഉദ്ദേശമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന, മുസ്ലിം സമൂഹത്തിനിടയിൽ മഹാഭൂരിപക്ഷം വരുന്ന സുന്നി സമൂഹത്തെ മുശ്രിക്കുകളും റിദ്ദത്ത് സംഭവിച്ചവരുമാണ് എന്ന് പറഞ്ഞു പ്രചരിപ്പിച്ച് സമൂഹത്തിൽ അപകടം ഉണ്ടാക്കിയ ഹീറത്തുൽ ലിബ എന്ന് പറയുന്നൊരു പുസ്തകം എഴുതി പലിശാധിഷ്ഠിത ബാങ്ക് ഇടപാടുകൾക്ക് സാധൂകരണം നൽകിയ അയാൾക്കെതിരെ 1933 സമസ്ത പ്രമേയം പാസാക്കിയ അങ്ങനത്തെ ഒരാളെ മറ്റു ചില വർണ്ണമനോഹരമായ പദപ്രയോഗങ്ങൾ നടത്തിയിട്ട് പുതിയ തലമുറക്ക് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് ഇങ്ങനൊരു മുഖവുമുണ്ട് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം SKSFനെ സംബന്ധിച്ചിടത്തോളം, സമസ്തയുടെ പോഷക സംഘടനകളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ബാധ്യതയാണ്.
അതൊരു പുതിയ വെളിപ്പെടുത്തലല്ല, പുതിയ കത്ത് പുറത്തു വന്നതല്ല, പുതിയ പുസ്തകം പുറത്തു വന്നതല്ല, കാലങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന സംഗതിയാണ്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അതിനൊക്കെ വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കാനും അതിൻ്റെ പേരിൽ നമുക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയവും തെറ്റിദ്ധാരണയും ഉണ്ടാക്കാനൊക്കെ മുജാഹിദ് വിഭാഗങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തിൽ അനാവശ്യമായി വീണുപോകാനോ വഞ്ചിതരാവാനോ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ തയ്യാറാവരുത് എന്ന വിനീതമായ അപേക്ഷ മാത്രമാണ് ഇവിടെ സമർപ്പിക്കാനുള്ളത്. വളരെ കാലോചിതമായി സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നല്ലൊരു ആദർശ സമ്മേളനം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്ന മലപ്പുറം ജില്ലാ SKSFന്റെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ ഈ പ്രവർത്തനം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.